വട്ടം പൊന്നുവിന് AC കൊടുത്തു, ഈ വട്ടം പൊന്നുവിന് അലമാരി കൊടുത്തു. ആദ്യമായിട്ടാ പൊന്നുവിന്റെ മുഖത്തൊരു എക്സ്പ്രഷൻ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് പൊന്നുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. സോ ഞാൻ സർപ്രൈസ് ആയിട്ടൊരു സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസമായി വന്നിട്ട്. ഇപ്പം എനിക്കൊന്ന് ഞാനൊരു 12-നോ 13-നോ എന്നോ ഒരു ദിവസമാണ് ഞാൻ വന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞ് എനിക്ക് ലൈസൻസിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ലാസ്റ്റത്തെ വ്ളോഗിൽ പറഞ്ഞ കണക്ക് ലൈസൻസിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞു, ഞാൻ പാസ്സായി. റോഡ് വെച്ചൊക്കെ നമ്മൾ പുഷ്പം പോലെ എടുത്തു. ഫസ്റ്റ് ഞാൻ പറയാമല്ലോ, എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ 2-3 ദിവസം മാത്രമേ എച്ചിൻ്റെ പ്രാക്ടീസിന് 3 ദിവസമാണ് എച്ചിൻ്റെ പ്രാക്ടീസിന് പോയത്. റോഡിൻ്റെ പ്രാക്ടീസിന് ഞാൻ ഒരു ദിവസമാണ് പോയത്. അപ്പം ഞാനിത് പഴയെന്ന് വെച്ചാൽ ഞാൻ അത്രയും വലിയ ശമ്പളം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പം നമ്മുടെ ലൈസൻസൊക്കെ കിട്ടി. സോ ഇപ്പോൾ ഇന്ന് പൊന്നുവിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ആരോടും പറയാതെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു സാധനമാണ്. കാരണം എനിക്ക് പെട്ടെന്ന് അത് കത്തിയത്. പൊന്നുവിനൊരു ഇലക്ട്രിക് സ്കൂട്ടർ, ഭയങ്കര സ്പീഡ് കയറാത്ത ഒരു ഇലക്ട്രിക് സ്കൂട്ടർ, നമ്പറില്ലാത്ത അത് മേടിച്ച് കൊടുക്കാമെന്ന് കേട്ടോ. കാരണം പൊന്നുവിൻ്റെ അടുത്ത് കുറേ നാളായിട്ട് സ്കൂട്ടർ വേണം, വണ്ടി വേണം എന്ന് പറയുന്ന നേരത്ത് എനിക്ക് ഉള്ളിൽ പേടിയുള്ളതുകൊണ്ട് ഞാൻ എടുത്തു കൊടുത്തിട്ടില്ല. കാരണം ഇതിനകത്ത് എന്താ ഒരിത് എൻ്റെ എവിടെ നോക്കിയാലും വണ്ടി ആക്സിഡൻറ്റ് സ്കൂട്ടി ആക്സിഡൻ്റ് ആണ് കേൾക്കുന്നത്. ആദ്യം തന്നെ നെഗറ്റീവ് അടിയുമല്ല, കാരണം എനിക്ക് ഉള്ളിൽ ആ പേടി കിടക്കുന്നത് കൊണ്ട് എനിക്ക് വണ്ടി എടുത്തു കൊടുക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ എടുത്ത് കൊടുക്കത്തില്ല. എൻ്റെ അടുത്ത് കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ തരത്തില്ല, ഒരു വർഷമോടെ കഴിയുമ്പോഴത്തേക്ക് കാർ ഓടിക്കാൻ പഠിച്ചോ, കാർ എടുത്ത് തരാം, അല്ലെങ്കിൽ ഈ കാർ ഓടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ വിട്ടേക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ഇന്നലെ ഉമ്മച്ചി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങളുടെ പൊന്നുവിൻ്റെ ബർത്ത്ഡേക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൊന്നുവിൻ്റെ റൂമിലേക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് ഞങ്ങൾ ഓരോ ബർത്ത്ഡേക്കും മേടിച്ചു കൊടുക്കുന്നത്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് പൊന്നുവിന് AC മേടിച്ചു, ഈ ബർത്ത്ഡേക്ക് പൊന്നുവിന് അലമാരി മേടിച്ചു. അങ്ങനെ ഇന്നലെ പോയി ഞങ്ങൾ പൊന്നുവിന് അലമാരി മേടിച്ചു കൊടുത്തു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടേക്കാം, കണ്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ പോവാം. നാളെ ഉമ്മയുടെ സർപ്രൈസാണ്. പക്ഷേ ഞാൻ അറിഞ്ഞു സർപ്രൈസ് അല്ലേ ഉമ്മ? സൂപ്പർ. അയ്യോ അപ്പൊ നമ്മള് ഗിഫ്റ്റ് വാങ്ങാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എടുക്കുന്നത് ഞാൻ താത്തി വണ്ടി ഓടിക്കുക. അപ്പം ഇന്ന് എന്റെ വ്ളോഗ്. ഗിഫ്റ്റ് മേടിക്കാൻ പോയത് ഞാൻ ഇവിടെ പറയാതിരുന്നതാ. ആരാ പറഞ്ഞേ? താത്തി. ഞാൻ കഴിച്ചോണ്ടിരിക്കുന്ന നേരത്ത് നാളെ അലമാരിയെ ഗിഫ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോഴത്തേക്ക് ഉമ്മ എൻ്റെ അടുത്ത് വന്ന് പറയുക, അലമാരി ഒന്ന് മാറ്റണം കേട്ടോ, ചിന്നുവിന്റെ അലമാരി. നീ എണ്ണിക്കുന്നവരെ നമ്മൾ നോക്കിയിരിക്കണം. താത്തയുടെ അലമാരി എൻ്റെ റൂമിലായിരിക്കുന്നത് കേട്ടോ. അപ്പം നീ എണ്ണിക്കുന്നവരെ നോക്കിയിരിക്കണം, കഥവ് തുറക്കുന്നവരെ നോക്കിയിരിക്കണം, അലമാരി എന്നൊരു ഡ്രസ്സ് എടുക്കുക. അപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചു. ഉമ്മ പിന്നെ നാച്ചുറൽ ആക്ടിങ് ആയതുകൊണ്ട് ഡൗട്ട് അടിക്കാൻ ചാൻസ് ഇല്ല. എന്നിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ നാളെ മാറ്റാമ അലമാരി. അപ്പോഴത്തേക്ക് അലമാരി തന്നൊക്കെ പിടിച്ചോണ്ട് പോകുന്നു. അതാ ഒരലമാരി തനിയെടുത്ത് അങ്ങ് കൊണ്ടുവച്ച് ഒരു റൂമിൽ. എന്നിട്ട് അടുത്തത് എന്നെ എവിടെയും വിടുന്നില്ല, അലമാരി മാറ്റാ. അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. പിന്നെ താത്തി താരം വന്ന് പറഞ്ഞു, നിന്റെ നാളത്തെ ഗിഫ്റ്റ് അലമാരിയാണ്, സർപ്രൈസ് ഗിഫ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നേ? എന്തോന്ന് പറഞ്ഞില്ലായിരുന്നു? അലമാരിയാന്ന് ഞാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ലേ എനിക്ക്? എന്നെ കണ്ടിട്ട് നിങ്ങൾ ആരും മന്ദാളിക്കണ്ട. ഞാൻ കുളിച്ചിട്ട് ഇറങ്ങിയപ്പോഴേക്ക് പൊന്നൂര് ഫോട്ടോ. കുളിച്ചൊന്നും ഇല്ലെന്ന് തോന്നുന്നു, തല കണ്ട നനച്ച്. കുളിച്ചിട്ട് ഇറങ്ങിയപ്പോഴേക്ക് പൊന്നൂര് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു സെക്കൻഡ് ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ. പൊന്നൂന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാവരും ഒരുങ്ങി റെഡിയായി. പിന്നെ ഞാനൊരു ലിപ്സ്റ്റിക് ഇട്ട് ഇറങ്ങിയതാ. പൊന്നു ഇപ്പം ഞാൻ കൊച്ചിയിൽ നിന്നപ്പോൾ തൊട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, താത്തി ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യും, ആ വെക്കേഷൻ്റെ അവധിക്ക് എന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ ഒന്ന് പഠിപ്പിക്കണേന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ ശരി. പൊന്നുവിൻ്റെ വ്ളോഗിങ് ആണ് നമ്മൾ ഇന്നത്തെ ദിവസം കാണാൻ പോകുന്നത്. പൊന്നു നാട്ടുകാരും എന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനായിട്ട് പൊന്നുവിനെ ഞാൻ ഇറക്കി വിടുകയാണ് ഗൈസ്. ബാക്കി നിങ്ങളെ പൊന്നു കരയരുത്, തളർന്നു പോകരുത്, വിഷമിക്കരുത്. ഒരുപാട് പ്രശ്നങ്ങളും കടമ്പകളും ഫേസ് ചെയ്യാൻ റെഡി ആയിക്കണം. ആരാ പിന്നെ നീ എന്റെ രക്തം സ്ട്രോങ് ആവാതിരിക്കോ? സോ അപ്പൊ നമ്മള് പൊന്നുവിന്റെ സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പൊന്നുമായിട്ട്, അതും എന്താണ് വാങ്ങിക്കാൻ പോകുന്നത്? അലമാര. കഴിഞ്ഞ വർഷം പൊന്നു സർപ്രൈസ് ആവണം കേട്ടോ. അത് ആ വീഡിയോ ഇങ്ങനെ പൊന്നു നമ്മുടെ വ്ളോഗ് കാണുന്നവർക്കറിയാം, എന്റെ വീട്ടിൽ ആർക്ക് എന്ത് സർപ്രൈസ് കൊടുത്താലും എന്ത് ഗിഫ്റ്റ് കൊടുത്താലും പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഒരു വികാരങ്ങളും ഇല്ലാതാണ് അവര് ഓക്കെ
താങ്ക് യു ഒന്നുമില്ല. ശരി, ഇത്രേ ഉള്ളവര്. ഇപ്പൊ പൊന്നിന് ഗിഫ്റ്റ് കൊടുത്താലും പൊന്നിന് വലിയ അന്താളിപ്പൊന്നും കാണത്തില്ല. പിന്നെ അന്താളിപ്പില്ലാത്ത ചേർക്കിനടുത്ത് സർപ്രൈസ് കൊടുക്കുന്നൊന്നും പറയണ്ട, അങ്ങനെ പറയാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് പുനലൂര് പോയിട്ട് ഇപ്പോഴത്തേക്ക് കട അടച്ചോ, ഞായറാഴ്ചയാ, കട ഉണ്ടോന്നൊന്നും ഒരു പിടിയില്ല. ഇപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണാം. 4 വയസ്സിന്റെയാണ് 14 മീശ ഉണ്ട് അതിനകത്ത്. 14 അല്ല 17, സോറി. പറയാ ഡായോ ഡിയോ പേര് കാണിക്കല്ലേ? ഏത് സ്റ്റൈല് ഒന്ന് കാണിക്കും പ്ലീസ്. താടി ഒന്ന് കാണിക്കും പ്ലീസ്. സൂം ചെയ്താലേ കാണത്തുള്ളൂ. നിങ്ങൾക്ക് എന്നെക്കാലം മീശ കാണിച്ചു തരാൻ കാണിക്കേ. പോലെ എവിടാ പോന്നേ? ഇനി വാ. 3 ഇഷ്ടപ്പെട്ടു. കാണുന്നില്ല ഈച്ച. ഓ, ഈച്ച അങ്ങോട്ട് ഇതാവുന്നില്ല കേട്ടോ. അത് ഈച്ചയല്ല ചേ, അത് വേറെന്തോ. ഇത് ഈച്ചയല്ല, ഇതാണോ ഈച്ച? കൊച്ചിയിൽ ഈച്ച എങ്ങനെ ഇരിക്കുവാന്നോ? അത് പൂച്ചയാ. നല്ല കേട്ടോ, നല്ല രസമുണ്ട് അല്ലേ? ഭംഗിയില്ലേ? അവനുടെ സർപ്രൈസ് ബർത്ത്ഡേ ഗിഫ്റ്റ് അലമാരി വന്നിരിക്കുകയാണ്. ഒന്ന് ഷോക്കാവടാ. പുതിയ ആൾക്കാർ വന്നപ്പോ റിയോ കുറച്ചു. അപ്പൊ ഞാൻ ഇന്നലെ ആൽവിനെ വിളിച്ചിട്ട് ഇന്നലെ ഞാൻ അലമാരിയുടെ കാര്യം പറഞ്ഞപ്പോൾ പൊന്നിനോട് പറഞ്ഞു, താത്തി എനിക്കൊരു എനിക്കൊരു വണ്ടി എടുത്തുക. വണ്ടിയില്ല. അപ്പം അപ്പോഴും ഞാൻ പറയുന്നുണ്ട് വണ്ടി എടുത്ത് തരത്തില്ല. അങ്ങനെ ഞാൻ ആൽവിനെ വിളിച്ചു ചോദിച്ചപ്പോൾ ആൽവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇടി ഇലക്ട്രിക് സ്കൂട്ടർ ഇതേപോലെ ഇത്രമാത്രം സ്പീഡ് ലിമിറ്റ് ഉള്ള ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്, 18 വയസ്സാവണ്ട, കുഴപ്പമില്ല, അപ്പം അങ്ങനെയുള്ള പിള്ളേർക്ക് ഓടിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്നാൽ ഓക്കെ, എന്നാൽ പിന്നെ അതെടുക്കാതെ. അപ്പം ഓവർ സ്പീഡ് എന്തായാലും കയറത്തില്ല. അവൻ പിന്നെ എവിടെയും പോകത്തൊന്നുമില്ല കേട്ടോ. വീട്ടിൽ നിന്ന് ജിമ്മ് വരെ വരാനും പിന്നെ വെഞ്ചിയമ്പിലോട്ട് പോകാനും ഇത് മാത്രമാണ് അവൻ്റെ ഉപയോഗം. അതല്ലാതെ എവിടെയെങ്കിലും എടുത്തോണ്ട് അവൻ്റെ കാല് ഞാൻ തല്ലി ഓടിക്കും പൊന്നോ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു തന്നെ, ഞാൻ എന്തോ പറഞ്ഞു എന്നല്ലോ. അപ്പം നമ്മൾ സ്കൂട്ടർ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത്തമുണ്ട്, അത്താരടുത്ത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്ന് രാവിലെ സൂക്ഷം പോലെ റിയോയുടെ കണ്ണൊന്ന് ഇടിച്ചു. റിയോയുടെ കണ്ണ് രാവിലെ ഉമ്മച്ചി വേസ്റ്റ് എന്തോ കൊണ്ട് കളയാൻ വേണ്ടി മുറ്റത്തുനിന്ന് റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ റിയോ ചാടി ഓടി ഇറങ്ങിയതും ഒരു സ്കൂട്ടർ വന്നു ഇടിച്ചില്ല. അവൻ്റെ ഇവിടെ ഒന്ന് തട്ടി, കണ്ണിൻ്റെ ഈ ഭാഗത്തായിട്ടൊന്ന് തട്ടി. അപ്പോൾ ഇവൻ്റെ കണ്ണിൻ്റെ ചുറ്റിനും റെഡായിട്ട് കിടക്കും. അപ്പം അവനെയും കൊണ്ടിപ്പോൾ ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിലോട്ട് വന്നതാണ്. അപ്പം അത്തായി ഞാൻ വിചാരിച്ചത് ഞാൻ വണ്ടിയായിട്ട് ഇറങ്ങാമെന്നാണ്. പക്ഷേ അത്തായും ഇപ്പം ഇങ്ങനെ ഒരു സാധനം വന്നപ്പോൾ അത്തായി ഞാൻ പറയുന്നതിനകത്ത് മിസ്റ്റേക്കുകൾ വരുന്നുണ്ടല്ലേ, എനിക്ക് ഞാൻ വെപ്രാളം കയറിയിട്ടാണ്. അപ്പം ഞാനും അത്തായും വണ്ടിയും കൊണ്ടുവന്നപ്പോൾ ഞാൻ അത്താരത്ത് പറഞ്ഞു, അത്തായി ഇതേപോലത്തെ സ്കൂട്ടർ നോക്കാം നമുക്ക്. ഞാൻ ആലുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ പറയണ്ട, ഉമ്മാരുടെ അടുത്തും പറയണ്ട, ആരുടെ അടുത്തും പറയണ്ട. അത്തായതും പറയത്തില്ലായിരുന്നു, ഇങ്ങനത്തെ സാഹചര്യം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പം നമ്മളൊരു സ്കൂട്ടർ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നലെ ഞങ്ങൾ അലമാരി വാങ്ങിച്ചു, ഇനി ഒരു സ്കൂട്ടറോടെ കൊടുക്കാം. ചെറുക്കിന് സന്തോഷാവട്ടെ. പിള്ളേരെന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറഞ്ഞാൽ നടത്തി കൊടുക്കണമല്ലോ. എന്താ പിന്നെ എൻ്റെ മുഖം നിങ്ങളിരിക്കുന്നത് കണ്ടോ? എനിക്കറിയാൻ പാടില്ല ഇതെന്തോ സംഭവം. ചൂടത്തെ ചൂടും പേരെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഇത് തന്നെ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും തോന്നരുത്. ഭാരക ചൂട് എല്ലായിടത്തും, കേരളം ഫുള്ള് ഇപ്പോൾ ചൂടാണ്. ഞാനിപ്പം ഇവിടെ നിൽക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. മുടിഞ്ഞ ചൂട്. പോരാത്തിന് ഞങ്ങൾക്ക് ഇവിടെ കറണ്ട് കട്ടും കൂടെ, അതിന് വൈകിട്ടേ കറണ്ട് വരത്തുള്ളൂ. റിയോയെ കാണിച്ചിട്ട് എത്തരുന്നു. സോ ഞാൻ ബാക്കി വീഡിയോയിൽ കാണിക്കാം. റിയോ പൊന്നേ, ഈ ചുണ്ടടി മഞ്ഞേ. എൻ്റെ അടുത്തൊക്കെ പുല്ലുവിലയാണ്. വീട്ടിൽ വന്നതിന് ശേഷം ഇവൻ എന്നെ കണ്ടൂടാ. ഇവൻ അത്താരടുത്തും ഉമ്മാരടുത്തൊന്നും അല്ലാതെ എൻ്റെ അടുത്ത് എന്നെ അറിയത്തില്ല, നീ ഏതാ എന്നുള്ള രീതിയിലാണ് അവനിപ്പം നടക്കുന്നത്. അപ്പോൾ നല്ല മുഷ്ക് മണം. അവിടെ പോയി കൊണ്ട് ഇരുത്തിയിട്ട് അങ്ങനെ മൂത്രം ഒഴിച്ചു തോന്നുന്നു. പറത്തലായി അഴുക്ക ചെറുക്കൈ തന്തയേക്കാൾ മോശം. സോറി, തള്ളയേക്കാൾ മോശം. അത് ഞാനാണല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് വണ്ടി എടുക്കാൻ പോകുന്ന എവിടാന്ന് വെച്ചാൽ കുന്നിക്കോടാണ് കേട്ടോ. കുന്നിക്കോട് എവിടാന്നൊന്നും എനിക്കറിയാൻ പാടില്ല, അതൊക്കെ ആലുവിനെ അറിയത്തുള്ളൂ. ആലുവിൻ ഇന്നലെ വിളിച്ച് ചോദിച്ചതാ. അപ്പോ എന്താ അത്തൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തേലും പറ. വണ്ടി
കാരണം അവന്റെ കൂടെയുള്ള എല്ലാ പിള്ളേർക്കും വീട്ടില് സ്കൂട്ടി ഉണ്ട്. അപ്പൊ പെട്ടെന്ന് അവൻ എങ്ങോട്ടേലും ഇറങ്ങണമെങ്കിൽ അവൻ ആരെങ്കിലും വിളിച്ചോണ്ടാ ഇറങ്ങുന്നേ, ഇർഫാനെയോ കുട്ടോനെയോ ആരെങ്കിലും വിളിച്ചോണ്ടാ പോന്നെ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇപ്പോഴും ഞാൻ പൂർണ്ണമായി വിചാരിച്ചിട്ടില്ല, അത് വേറെ കാര്യം. ഇതില് അതും ലോക്കൽ ഓട്ടം മാത്രം, വെഞ്ചേമ്പ് ജിമ്മ് വീട്, ഈ 3 സ്ഥലങ്ങൾ മാത്രം. അതല്ലാതെ എങ്ങോട്ടേലും പോയാൽ അത്ത വഴക്ക് പറഞ്ഞോണം. ഞങ്ങളൊക്കെ അനുസരണയുള്ള പിള്ളേരായതുകൊണ്ട് അനുസരണ വിട്ട് അടങ്ങിയിരിയടാ. ഇവന് എന്റെ അടുത്തിരിക്കാൻ വയ്യ, ഇവനിപ്പൊ എന്നെ വേണ്ട. ചുരുക്കം പറഞ്ഞ ഇവനിപ്പൊ എന്നെ വേണ്ട, അതാണ് സത്യം. നമുക്ക് ഇടയ്ക്ക് വെച്ച് ആൽവിനെ കിട്ടി. ആൽവിൻ ഹായ് പറ. ആൽവിന് താടി മീശയൊക്കെ വളർന്നപ്പോ ആൽവിൻ ഹാൻസായി. ഹാൻസ് വെക്കാറുണ്ടോ? ലുക്കേ ഏത് ലൈവ് വാങ്ങിയതാണ് ഷർട്ട്? ഈ ബട്ടൺ സൂര്യയുടെ എന്തൊരു ലുക്ക്. എന്റെ അത്ത അറിഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരുവാന്നതുകൊണ്ട് കയ്യില് എടുക്കാൻ ഇറങ്ങിക്കട്ടെ. ഇതൊരു വെള്ളയോ കറുപ്പോ ആയിരുന്നെങ്കിൽ രസം ഉണ്ടായിരുന്നത്. ഓണാന്ന് പറഞ്ഞില്ലയോ? ഇലക്ട്രിക് കൊണ്ട് ഇത് കൂടുതലാ പിക്കപ്പ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ വലിയ താക്കോല് നമ്മള് സ്കൂട്ടർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ആക്ച്വലി നമ്മൾ സ്കൂട്ടർ വാങ്ങിച്ചത് ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ. നമ്മൾ സ്കൂട്ടർ വാങ്ങിച്ചിട്ടുള്ളത്. പ്ലാൻ എന്താന്ന് വെച്ചാല് ഇങ്ങോട്ടോ. അപ്പൊ പ്ലാൻ എന്താന്ന് വെച്ചാൽ എന്റെ മോന്ത ഇരിക്കും നോക്കും. നീ പിടിച്ചാണ്? ഞാൻ പിടിച്ചോണ്ടു. ഓക്കെ, അപ്പൊ നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഞാനും ആൽവിനോടെ കാറിൽ പോവും. എന്നിട്ട് നമ്മുടെ വീട്ടിന് അങ്ങോട്ട് ഒരു റോഡുണ്ട്, മെയിൻ റോഡിന്റെ എന്താ പറയുന്നത്, മെയിൻ റോഡ് പോയതിനു ശേഷം ഇടത്തോട്ടുള്ള താഴത്തോട്ടുള്ള റോഡ്. അപ്പൊ മെയിൻ റോഡിന്റെ ആ കട്ടിങ് വരുന്നതിന്റെ അവിടെ നമ്മൾ വണ്ടി നിർത്തും. എന്നിട്ട് ഞാനും ഒത്തായുടെ കാറിൽ തന്നെ പോവും. ആൽവിൻ ആ സ്കൂട്ടറിൽ വരും. അപ്പൊ പൊന്നു ഡൗട്ട് അടിക്കത്തില്ല. ആൽവിൻ വിചാരിക്കും അത് ആരുടെ സ്കൂട്ടറാണെന്ന്. പൊന്നു വിചാരിക്കത്തില്ല, അത് അവന് മേടിച്ചാണ്. അവൻ എന്തോ വിചാരിക്കത്തുള്ളൂ, ഇവന്റെ സ്കൂട്ടർ അതേ വിചാരിക്കത്തുള്ളൂ. സോ നമ്മൾ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഞാൻ പറയുന്നതൊക്കെ തെറ്റിപ്പോന്നുണ്ട്. ആ നീന്തൽ അടിച്ചിട്ടുണ്ടത്, നീന്തൽ അടിച്ചിട്ട് ബാക്ക് കൊണ്ടുവന്നില്ലായിരുന്നോ? ആൽവിൻ ഈ ഇടയായിട്ട് ഭയങ്കര കലിപ്പനായി വരുക. പണ്ട് ആൽവിൻ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, ഇപ്പൊ ആൽവിൻ ഭയങ്കര ഹാർഷായി വരുക എന്റെ അടുത്ത്. എനിക്ക് വിഷമം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പോവാം. കിടക്കുന്ന നമ്മുടെ റിയോ ഉറങ്ങുകയാണ്. അവൻ അത്ത പെയ്യെ പോകുന്നുണ്ട്, നമ്മൾ അതിന്റെ പുറകെ പോകും. എന്റെ കണ്ണുണ്ടോ? ഡാർക്ക് ഐസ്, ഡാർക്ക് സ്പോട്ട് നോസ്, പിഗ്മെന്റഡ് ഫേസ് പോകുന്നു. അപ്പൊ ഏറ്റവും കയറുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളുടെ അങ്ങോട്ടുള്ള റോഡ് ഏതാ? നമ്മുടെ ഉള്ള ഏറ്റവും ഇതിനെ കഴിയൊക്കെ വലുതാ. അപ്പൊ വണ്ടി ഇടയ്ക്ക് നിർത്തിയിട്ട് വരണം. നല്ല വലിവുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏറ്റവും കയറുന്നത് നമ്മുടെ അവിടെ ഉള്ള വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് കുത്തനെയുള്ള ഏറ്റവും. അപ്പൊ അത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് അവര് പറയുന്നു. പക്ഷെ ഇപ്പൊ അത്ത വണ്ടി ഓടിച്ചിട്ട് പറയുന്നു കുഴപ്പമൊന്നുമില്ല, നല്ലോണക്ക് ഓടും എടുക്കും എന്നൊക്കെ പറയുന്നു. നീ അല്ലേ എനിക്ക് ഐഡിയ തന്നത്? അല്ലേ? ആവിയാണ് എനിക്ക് ഐഡിയ തന്നത്. ആവിയാണ് നമ്മുടെ ലൈഫ് സേവർ. ആവിയോട് ഇപ്പൊ തമാശ ഒന്നും പറയാൻ പറ്റത്തില്ല. പണ്ട് ആൽവിനോട് എന്ത് തമാശ ആണെങ്കിലും പറയായിരുന്നു.
അല്ലാത്തപ്പോ പറയാം, ഈ ക്യാമറ ഓൺ ആക്കിട്ട് പറയുമ്പോ ആണ് അതിന് പ്രശ്നം. ഞാൻ അഹങ്കാരിയല്ലേ അതിന്. നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിച്ചു കേട്ടോ. അത്രേ ഉള്ളൂ, ഇതിന്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞോണ്ടിരുന്നേ, ഇപ്പം ഒരു പ്ലാനും ഇല്ലാതെ ഇന്നലെ ഒരു രാത്രിയല്ല, വൈകിട്ട് ഒരു 6:30 നമ്മൾ ആലമാരി എടുക്കാൻ പോയില്ലേ, ആ സമയത്താണ് ഞാൻ ആലിനോട് ചോദിക്കുന്നത് പോയിന്ന് വണ്ടി നോക്കാം. അപ്പം ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, അന്ന് തന്നെ ഡെലിവറി കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവര് ഇവനോട് പറഞ്ഞു നാളെ വന്നാൽ മതി, അപ്പം തന്നെ ഡെലിവറി തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ വന്ന് ഇന്ന് സ്കൂട്ടി എടുത്തത്. സോ ഇനി ബാക്കി പൊന്നു സർപ്രൈസ് ആവുന്നുള്ള നിനക്ക് തോന്നുന്നു? പൊന്നു സർപ്രൈസ് ആവുന്ന കണ്ടിട്ട് എന്റെ ഇതുവരെ ഉള്ള ഒരു ജീവിത പരിചയം വെച്ച് പൊന്നു ഇത്രയാക്കിയ നമുക്ക് ക്യാമറ ഒന്നും ഒളിപ്പിച്ചു വെക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ക്യാമറ എങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നേ? ഒളിപ്പിച്ചു വെച്ചാ മൈക്കില്ലല്ലോ, പറയുന്ന കേക്കത്തില്ല. ഹായ് ബേബി. അപ്പൊ എന്തായാലും അപ്പൊ ഇല്ലേ, ഭയങ്കരമായിട്ട് പറയുന്നില്ലേ? അപ്പൊ നമ്മളവൻ സർപ്രൈസ് ആവും, അവൻ ഹാപ്പി ആവും ഉറപ്പായിട്ടും. പിന്നെ ചിലപ്പോ പറയുമായിരിക്കും അങ്ങനെ അങ്ങനെ പറഞ്ഞ അപ്പോഴേ കീത്തടിക്കിട്ടിടിക്കും. ഓക്കെ, ഇനി നമുക്ക് അവിടെ പോയിട്ട് അവൻ എന്തുവാ ഇടുന്ന എക്സ്പ്രഷൻ ഒന്നും കാണാം. കേക്ക് മേടിച്ചിട്ടുണ്ട്, കേക്ക് മുറിക്കണം. ജാജിയുടെ വക കപ്സയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബീഫ് മേടിച്ച് കപ്സ ഉണ്ടാക്കി, ചിക്കൻ ഉണ്ട്, എല്ലാം ഉണ്ട് ഇന്ന്. എന്താ ചെറുക്ക ഹാപ്പിയായി. ഞാനും നിക്കട്ടെ, ഞങ്ങള് കൊച്ചുങ്ങൾ കഴിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഇരിക്കുന്നത്. അല്ല, ഇവിടെ പൊന്നുവിന്റെ കൂട്ടുകാർ വന്നിട്ടുണ്ട്, ആലും വന്നിട്ടുണ്ട്, ആണത് ഇതുവരെ വന്നിട്ടില്ല. എവിടത്തേന്ന് അറിയോ? അവൻ ഇപ്പം എത്തും. പിന്നെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അത്തമ്മ കടയിലാണ്. സോ നമുക്ക് കേക്ക് മുറിയാ. ഒന്ന് ഉഷാറായിട്ട്, ചൂട് സാരമില്ല, ഞാനൊക്കെ വീർത്ത് കുളിച്ചായിരിക്കുന്നേ. ഉഷാറായേ. ഓക്കെ, അല്ല ഇങ്ങനെ മുറിച്ചാൽ മതി. ഓക്കെ, റെഡി? എന്തെങ്കിലും പറയണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. എടുത്തോ, കൊടുക്കുമ്പോ അവനും വിടാതെ പേര്. ഞാൻ ആദ്യത്തെ മോളായോണ്ടല്ല എനിക്കാ സ്നേഹം. എനിക്കവിടെ അറിഞ്ഞില്ലേടാ എന്തേലും ഒരു കാര്യം ഇരിക്കുമ്പോഴും ചൂട് ഉറക്കം വരുന്നു. തിന്നാൻ പറ്റും. ഒന്ന് ഇർഫാനെ, നമ്മുടെ ക്യാമറമാൻ ഇർഫാനോടൊപ്പം അയ്യോ പോകല്ലേ. ഓക്കെ, ഇവന് കൊടുത്തില്ല. അയ്യോ, ഇവന്റെ പേര് നിന്റെ ബർത്ത്ഡേ നീ കൊടുക്കടാ അവന്. കോണ്ട് വലിയ രസം ഉണ്ടാവില്ല കഴിക്കാൻ. അയ്യോ, മക്കൾക്ക് തന്നില്ല. എനിക്ക് ഇച്ചിരി തരാൻ. ഒരു തുള്ളി വേണ്ട, ഇല്ല സംസാരിച്ചില്ലല്ലോ. ഓക്കെ, പൊന്നൂന് എത്ര വയസ്സായി? ഇങ്ങോട്ട് വാടാ, അടുത്ത് വാടാ. പൊന്നൂന് അങ്ങനെ 17 വയസ്സായിട്ടുണ്ട്. അപ്പം പൊന്നിനുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തു. എന്തായിരുന്നു പൊന്നിയുടെ സർപ്രൈസ്? നേരെ പറ, ചുണ്ടൊക്കെ ഒന്ന് തുടച്ച. എടാ നോർമലി മറ്റേ രീതിയിൽ വീഡിയോ എടുക്കുവോ? 17 വയസ്സായി, വലിയ ചെറുക്കനായി. ഇനി ഒരു വർഷത്തോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പൊന്നിന് 18 വയസ്സാവും. ഇവിടുത്തെ ചർച്ചകളൊക്കെ അത് തിന്നാൻ കൊള്ളാമോ, ഇത് തിന്നാൻ കൊള്ളാമോ എന്നൊക്കെയാ. പൊന്നിന് പറ, പൊന്നിന് സന്തോഷമായോ? നീ അത്ത ഉണ്ടാക്കിയ കപ്സൊക്കെ ഉണ്ട്, അത് കഴിച്ചിട്ട് നമ്മൾ പരിപാടി നിർത്താനായിരിക്കും. പൊന്നിന്റെ ഗിഫ്റ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തു. എന്തോ തന്നെ ഒതുക്കി വെച്ചോ? പൊന്നൂന് ഹോം അപ്ലയൻസസ് ആണ് നമ്മൾ എപ്പോഴും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. കഴിഞ്ഞ വട്ടം പൊന്നൂന് AC കൊടുത്തു, ഈ വട്ടം പൊന്നൂന് അലമാരി കൊടുത്തു. ഒരു ഗിഫ്റ്റ് കൊണ്ടുപോയി എടുത്തു. സ്കൂട്ടി
ഇത്ര ആദ്യമായിട്ടാ പൊന്നുവിന്റെ മുഖത്തൊരു എക്സ്പ്രഷൻ ഇനിയാണ് അതൊക്കെ കണ്ടു തീർത്താട്ടെ പൊന്നു. അതപ്പം അവിടെ കൊണ്ട് വെച്ച് പൊന്നുവിന്റെ ഒരു എക്സ്പ്രഷൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത്. ഇപ്പൊ ചിരി വന്ന് ഇത്രയും നേരം ചിരിയില്ലായിരുന്നു. ചൂട് ഇലക്ട്രിക്കാ 25 കിലോമീറ്റർ ഓട് കേട്ടോ, അത് കുഴപ്പമില്ലല്ലോ. മൈലേജ് ഓടത്തോളൂ. പൊന്നുവിന് സ്കൂട്ടർ വേണം. പൊന്നുവിന്റെ അടുത്ത് ഒറ്റയ്ക്ക് നമ്മുടെ തേര് കയറിയും വരത്തുള്ളൂ, ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ കയറി വരത്തുള്ളൂ. നല്ല പ്ലാനിങ് ആയിരുന്നു. എടുത്ത് തരത്തില്ല, ഞാൻ മുമ്പേ പറഞ്ഞതാ. ചുണ്ടു അല്ല, അതൊക്കെ ഒരു വർഷം കഴിഞ്ഞിട്ട് അടുത്ത വർഷം ഇരി അഭിപ്രായം നോക്കട്ടെ, നോക്കട്ടെ, അതോടെ പിടിച്ചോളാം. നീ പോണ്ട, ആദ്യം എടുത്തോണ്ട് വരാം. ഒന്ന് എടുത്തിട്ടോടാ. ഇനി കുറച്ച് ചിരിച്ചോ. ഒന്ന് ചിരിയടാ. ഇനി പറ, നീ സർപ്രൈസ് ആയോ? ഇനി നീ സർപ്രൈസ് ആയോന്ന് പറ. എടുത്തോടാ. ആ വണ്ടി ഓൾറെഡി കാണിച്ചിട്ടുണ്ട് വീഡിയോയില്. പിങ്കും ബ്ലാക്കും ഒന്നും അല്ല. ഓക്കെ, ഇവനെ കാണിക്കേ. കാണിച്ചേർത്തേ. കണ്ടോ? ഇടക്കണ്ണിട്ട് കണ്ടില്ലേ? നേരത്തെ ഒരു വട്ടം ഇതായില്ലേ, എപ്പോഴും ആവാൻ പറ്റത്തില്ല. കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? ഞാൻ അത്താരത്തും പറയത്തില്ലായിരുന്നു, പിന്നെ ഒരു ഗതി ഇല്ലാന്നുകൊണ്ട് അത്താരത്ത് പറഞ്ഞേ. ഞാനും അത് ഓക്കെ. ഇനി എന്തേലും രണ്ടു വാക്ക് പറ പ്ലീസ്. പ്ലീസ് ഈ വട്ടമെങ്കിലും. സൂപ്പർ ഗിഫ്റ്റ് ആയിരുന്നു. എക്സ്പെക്ട് ചെയ്തില്ല. പൊന്നൊന്ന് കര പൊന്നു എന്തെങ്കിലും നേരത്തെ എക്സ്പ്രഷൻ തന്നു. പൈസ കൊടുത്തു മേടിച്ചു. ഇനി വണ്ടി ഇല്ല എന്നുള്ള പരാതി എന്തായാലും പൊന്നൂനില്ല. കട്ട് കിട്ടിയ ഹെൽമെറ്റാ, വേറെണ്ണം മേടിക്കാം. അങ്ങനല്ല, എവിടെയാ ഇങ്ങോട്ട് വാ. ഹെൽമെറ്റ് ഇല്ലാതെ പൊന്നു ഇത് എന്തായാലും തലയില് പോലും അത് കേറത്തില്ല. തലയിലൊക്കെ എവിടെ ഇരിപ്പുണ്ട്. വേറെ ഹെൽമെറ്റ് മേടിച്ച് അങ്ങോട്ടൊന്നും ഓടിക്കണ്ട, ഇവിടെ നിന്ന് ഓടിച്ചു നോക്കിയോ. ഈ വണ്ടിക്ക് ഹെൽമെറ്റ് നിർബന്ധമല്ല, പക്ഷെ നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോ ഹെൽമെറ്റ് നിർബന്ധമാണ്. റിവേഴ്സ് ഒക്കെ ഉണ്ട്, റിവേഴ്സ് ഒക്കെ ഉണ്ട്. ഇത് അറിയത്തില്ല, ഇത് സ്റ്റാർട്ടിംഗ് ഒന്നുമില്ല, സ്റ്റാർട്ടിംഗ് ഒന്നുമില്ല. പറഞ്ഞു പറയുന്ന കേട്ടിട്ട് അതിനുമ്പ് എടുക്കാതെ എങ്ങും പോവല്ലേ. ഒരുപാട് തഴുക്കരുത്, കാര്യം നിങ്ങൾക്ക് സന്തോഷായോ? എനിക്ക് ഭയങ്കര നിങ്ങക്ക് സന്തോഷായോ? അവൻ എന്നെ പറയുന്ന ഒരു വണ്ടി വേണമെന്ന് ചിന്നു പറഞ്ഞെടുത്ത് കൊടുക്കത്തില്ലെന്ന്. ഇന്നലെയും പറഞ്ഞു കൊടുക്കൂലെന്ന്, വണ്ടി എടുക്കില്ല മോനെ എന്ന് പറഞ്ഞു. ആൽവിനാ കാരണം. ആൽവിന പൊക്കമുണ്ട്, കാലും അവന് കാലിന് നീളമുള്ളതുകൊണ്ടേ കാലിന് നിങ്ങളുള്ളോട് ഇവിടെ പൊക്കോ. അതെന്താ ചെയ്യണമെന്നറിയാ, ഈ ഓടിക്കുമ്പോ ഒരു കാലെടുത്തത് ഇങ്ങനെ വെച്ചിരുന്നാ മതി, മനസ്സിലായോ? തറയല്ലേ? ഹായ്, ആനന്ദ് വന്നു. ആനന്ദിനെ കാണിക്കേ. ആനന്ദേ ഹായ് പറ. ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? സ്പീഡ് ഭയങ്കര കുറവാന്നോ? പറഞ്ഞോ, സീരിയസ് ആയിട്ട് പറഞ്ഞോ. കുഴപ്പമില്ല, ഞാൻ അങ്ങനെ ചോദിച്ചല്ല. നീ പറഞ്ഞോ. ആ, പ്രശ്നമുണ്ടോ? അത് പ്രശ്നമുണ്ടേ തുറന്നു പറ. അടുത്ത പ്രാവശ്യം മാറ്റി ഇനി വണ്ടിയില്ല. അടുത്ത വർഷം അതെ, സ്വന്തമായിട്ട് പൊന്നു ജോലിയൊക്കെ മേടിച്ചിട്ട് പൊന്നു എനിക്കൊരു കാർ എടുത്തരും. മിനി കൂപ്പർ മതിയോ പൊന്നു? കേട്ടോ, അത് ഞെക്കി പിടിക്കണം, അത് ഞെക്കി പിടിക്കണം, ഞെക്കി പിടിച്ചിട്ട് ആക്സിഡന്റ് പോകില്ല. ഒരു സെക്കൻഡ് മാത്രമാണ് പൊന്നുവിന്റെ മുഖം ഒന്ന് തെളിഞ്ഞ് ഞാൻ കണ്ടത്. വീണ്ടും പഴയ അത് ഇങ്ങനെ കാലിങ്ങനെ മുമ്പോട്ട് ചവിട്ടിയാൽ മൈക്ക്. ഇത് പാര വണ്ടി എങ്ങനെയുണ്ടെന്ന് പറ. കൊള്ളാം. ആയതോ
ഞാൻ അടിച്ചുതരാം. ഇതിനകത്ത് ഒന്നും അവര് ഇതിനകത്ത് എഴുതി മീൻസ് നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു മോഡിഫിക്കേഷനോ ഇതിന്റെ സ്പീഡ് ലിമിറ്റ് കൊണ്ടുപോയിട്ട് എവിടെയും കൊണ്ട് മാറ്റോ ഒന്നും ചെയ്യാൻ പാടില്ല. എങ്ങനെയാണോ ഈ വണ്ടി ഉള്ളത് അതുപോലെ തന്നെ നിക്കണമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. അത്തായ ഉണ്ടോ സൈലൻസർ ഇല്ല, കുഴപ്പമില്ല, വേറെ കേറ്റാം. മാറ്റം പറ്റിയ ഞാൻ അകത്ത് പോയി കിടക്കുന്നു. തുണി എടുത്തുടത്ത ചൂടായതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് നല്ലത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞേടാ, ഒന്ന് കരയെങ്കിലും ചെയ്തേടാ. ഒരു ഒന്ന് കെട്ടിപ്പിടിച്ചു നേരെ ചൊവ്വത്താ തരു. ആരൊക്കെയാ ഉള്ളതെന്ന് കാണിച്ചില്ലല്ലോ. ഇർഫാൻ, പൊന്നു, എടാ അദ്വൈത്. ഓ അദ്വൈത്, എടാ ഇത് ആനന്ദിന്റെ ഫ്രണ്ടാട്ടോ. അപ്പുറത്ത് നമ്മുടെ ആപ്പിൾ ചെറുക്കൻ, ചോക്ലേറ്റ് പയ്യൻ. ആനന്ദ് റിയയും കണ്ടാത്തേ. ഇപ്പൊ അത്രയും പേരൊക്കെയാണുള്ളത്. ഉമ്മാരെ പുറകെ ഇറങ്ങി ഓടിയതാ. ഒരു ബൈക്കിന്റെ സൈഡ് ഒന്ന് തട്ടി. അവന്റെ കണ്ണ് നോക്കിയേ. അറിയത്തില്ല, കേട്ട് വിചാരിച്ച അതിന്റെ ഇടയ്ക്കാണ്. റിയോ ആ അതാ ഇതേപോലെ ഇറങ്ങി ഓടുന്നേ. ഞങ്ങൾ അത്തമ്മയുടെ കട വരെ വന്നേ കേട്ടോ. ഇനി എന്തെങ്കിലും വേണോ? എന്തെങ്കിലും വേണോടാ? ആവിക്കോ? എന്താണോ അതുകൊണ്ട് എന്താണേലും എടുക്കുന്നേ. ആനന്ദ് ഇത് ആണോ? എന്നാ ഓക്കെ കഴിച്ചോ. ബീഫല്ലേ ഇത്? ചെറുതാണോ? അയ്യോ കൈ ഒന്ന് പൊള്ളി. സോ ഗൈസ് ഇത് ഒരു സെറ്റ്. രണ്ടാമത്തെ സെറ്റാണ്. അടുപ്പ് ഞാൻ എടുക്കാമോ? എല്ലാം എടുക്കാം. ചൂട് ചൂട്. ഇത് രണ്ടാമത്തെ സെറ്റ് കേട്ടോ. ഇളക്കിയൊന്നും കാണിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ അതിനകത്ത് ഇളക്കി അങ്ങനെ ചെയ്താൽ പിന്നെ ബില്ലടിയാവും. ഒരു പറഞ്ഞു വിളിക്കാനെന്നൊക്കെ ചോദിച്ചു. നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. നമ്മുടെ ഫുഡ് റെഡിയായി. കൊള്ളാമോ? സത്യസന്ധമായി പറയോ? അത്തായ ഉണ്ടാക്കിയ ബീഫ് അധികം കഴിക്കാത്തവർക്ക് ഇന്നലത്തെ ചിക്കൻ കറി. വിളിച്ചപ്പോ എന്താ പറഞ്ഞേ? ഞാൻ എവിടെയോ അച്ചാർ വെച്ചായിരുന്നു. ഇപ്പോഴത്തെ ഞങ്ങളുടെ പൂച്ചക്കുഞ്ഞുങ്ങളാട്ടോ 5 എണ്ണം ആയത്. വാ പറഞ്ഞേ, എന്നെ ഒരു പരിചയമില്ല. അതാണ് സ്കൂബി. സിംബ. ഇത് സിംബ. ഇത് ലിയയുടെ കുഞ്ഞാ. പേരൊന്നും ഇട്ടിട്ടില്ല അതിനൊന്നും. പേരൊന്നുമില്ല. ഇത് അത് ഇതല്ല അത് നോക്ക്. ഓറഞ്ചിന്റെ ഒന്ന് എണീപ്പിച്ചത്. തട്ടി വിളിച്ചാ മതിയോ? ഉറങ്ങില്ലേ? അത് ഉറങ്ങട്ടെ വിശാശേ. ഹായ് ക്യൂട്ടി. ഹായ് ക്യൂട്ടി. ഹായ് ക്യൂട്ടി. നോക്ക് ഞാൻ തിരിഞ്ഞു നോക്ക്. ഈ ശുണ്ടടിയാണല്ലോ. ശുണ്ടടിയാണോ ശുണ്ടടനാണോ? ശുണ്ടടിയാ. ഈ ശുണ്ടടിയാണല്ലോ. രസമല്ലേ കാണാൻ? തിരി ഇങ്ങോട്ടില്ലേ?
ഇവനെ കാണിച്ചു കൊടുക്കായിരുന്നല്ലേ റിയോ? എന്റെ മനോ പോടാ പോടാ. പോക്കറ്റ് ഇടാൻ പറ്റിയ വലുപ്പമല്ല ഇത്. ലക്കി 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 ഇവൻ പക്ഷെ പ്രശ്നം കേട്ടോ. ഇതിലൊന്നും പെടാത്തൊരെണ്ണം കണ്ടോ? നൂലൻ നൂല് നൂല ഇതാണ് അടുത്ത പൂച്ച. ഇതെങ്ങനെയുണ്ട്? ക്യൂട്ടിയല്ലേ? മറ്റവനെന്തേ? അവനെടുത്തേ. ഇത് ഇവനെ കഴി ചെറുതാട്ടോ, പൊടിയായി. ഇത് രണ്ടാമത്തെ പ്രസവത്തിലുള്ളതാ. ഇത് വേറെ ആരോ പ്രസവിച്ചതാ. ഇത് ഇവനെ കഴി മൂത്തതാ. പിന്നെ വെള്ളയുണ്ട്, 3 വെള്ളയും കൂടെ കിടപ്പുണ്ട്. ആഹാ, പൂച്ച നന്ദി ഇല്ലാത്തവർക്കോ? നീയാണോ തീരുമാനിക്കുന്നേ? ഒരു ഉമ്മയും കൂടെ അലമാരി വാങ്ങാന്ന് പറഞ്ഞപ്പോഴേ ആലൻ പൊന്നൂന് എന്റെ മോൻ പൊന്നൂന് അലമാരി വാങ്ങുമെന്ന് പറഞ്ഞപ്പോ ആലൻ എൻ്റെ അടുത്ത് ചോദിച്ചത്. എന്ത് ചോദിച്ചേ? കല്യാണം കഴിപ്പിച്ചു വിടുവാണ്. സാധാരണ അങ്ങനെയൊക്കെ ആണല്ലോ പതിവ്. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. ഇവിടെ വാ ആനന്ദി, ഇവിടെ വാ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ. പൊന്നൊക്കെ താഴെ. ബൈ.